എളമ്പലാശ്ശേരി GLP സ്കൂൾ 125-ാം വാർഷികാഘോഷം ഇന്ന് തുടങ്ങും. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ എളമ്പലാശ്ശേരി GLP സ്കൂൾ ശതോത്തര രജത ജൂബിലി 7-ന് തുടങ്ങും. ചെർപ്പളശ്ശേരി സബ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ LP സ്കൂളാണിത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ GLP സ്കൂൾ എളമ്പലാശ്ശേരിയുടെ 125-ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. അത് 125-ാം വാർഷികത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോട് കൂടിയിട്ടാണ് ഈ വാർഷികാഘോഷം ആഘോഷിക്കുന്നത്. ഈ ഫെബ്രുവരി 7-ാം തീയതി ശനിയാഴ്ച അതിന്റെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ ബഹുമാനപ്പെട്ട MP നിർവഹിക്കാൻ പോവുകയാണ്. അതിന്റെ അധ്യക്ഷൻ നമ്മുടെ ഒറ്റപ്പാലം MLA K പ്രേംകുമാർ അവറുകളാണ്. ബാക്കി ഒരുപാട് കാര്യങ്ങൾ അതിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാര്യങ്ങളുമായിട്ടാണ് സ്കൂള് മുന്നോട്ട് പോവാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 1-2 കാര്യങ്ങൾ: പൂർവ്വ വിദ്യാർത്ഥി സംഗമം, പൂർവ്വ അധ്യാപക സംഗമം, ശില്പശാലകള്, സഹവാസ ക്യാമ്പുകള് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികളോട് കൂടിയിട്ടാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നാട്ടിൻ പ്രദേശങ്ങളിൽ വിദ്യാലയങ്ങളൊന്നുമില്ലാത്ത കാലത്ത് കുളങ്കര കുട്ടൻനായർ സ്വന്തം പത്തായപ്പുരയിൽ 1901-ലാണ് വിദ്യാലയം തുടങ്ങിയത്. വിദ്യാലയത്തിലെ ആദ്യ അധ്യാപകനും അദ്ദേഹമായിരുന്നു. 1925-ൽ ഈ വിദ്യാലയത്തിന് ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ അംഗീകാരം കിട്ടി. പിൽക്കാലത്ത് ഡിസ്ട്രിക്ട് ബോർഡ് ഏറ്റെടുത്ത വിദ്യാലയങ്ങൾ സർക്കാർ സ്കൂളുകളായി. 2000-ാം ആണ്ടിലാണ് ഈ വിദ്യാലയം വാടക കെട്ടിടത്തിൽ നിന്ന് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറിയത്. നിലവിൽ പ്രീ പ്രൈമറി അടക്കം 277 കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. കലാകായിക അക്കാദമിക് രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന വിദ്യാലയമാണ് ഇത്. ഈ വർഷം ചെർപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിൽ LP വിഭാഗത്തിൽ ഓവറോൾ 1-ാം സ്ഥാനം നേടി. പ്രവൃത്തി പരിചയമേളയിലും ഗണിതമേളയിലും ഓവറോൾ 2-ാം സ്ഥാനം കരസ്ഥമാക്കി. അറബിക് കലാമേളയിൽ ഓവറോൾ 3-ാം സ്ഥാനം നേടി. 13 വിദ്യാർത്ഥികൾക്ക് LSS ലഭിച്ചു. GLP എളമ്പലാശ്ശേരി 1901-ലാണ് തുടങ്ങിയത്. ഒരു കുടിപ്പള്ളിക്കൂടമായിട്ട് കുളങ്ങര കുട്ടൻനായരുടെ വീട്ടിൽ പത്തായപ്പുരയിൽ തുടങ്ങിയൊരു സ്കൂളാണ്. അദ്ദേഹം തൻ്റെ സ്വന്തം മകനെ പഠിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുകയും അതിനുശേഷം കുറച്ച് കുട്ടികളെ സംഘടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തുടങ്ങുകയും പിന്നീട് വീട്ടിൽ തന്നെ ഓലഷെഡ് കെട്ടിയിട്ട് പിന്നെ സ്കൂളാക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരായ ആളുകളും അധ്യാപകരായിട്ട് കുറേ കാലം വർക്ക് ചെയ്തു. പിന്നെ ഒരു നല്ല കെട്ടിടമൊക്കെ അവരുണ്ടാക്കി. കുറേ കാലം അവരെ കുടുംബക്കാരനെ കുളങ്ങര കുട്ടൻനായരെ കുടുംബക്കാരാണ് ഈ വിദ്യാലയം നടത്തിക്കൊണ്ട് വന്നത്. 1956-ൽ അത് വാക്കട കുട്ടമൂത്താൻ ഈ കെട്ടിടം ഏറ്റെടുക്കുകയും അത് ഓട് വരെയൊക്കെ ഇട്ടിട്ട് വളരെ നല്ലൊരു ഷേപ്പ് സ്കൂളായിട്ട് കുറേ കാലം പ്രവർത്തിച്ചു. ഏകദേശം 2000 ആണ്ടോടുകൂടി അവിടെ പ്രവർത്തിച്ചു. 2000-ലാണ് അത്രയും കാലം വാടക കെട്ടിടത്തിലായിരുന്നു. 2000-ലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആരോഗ്യ വകുപ്പിൻ്റെ സ്ഥലത്ത് 2000-ലാണ് ഈ പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ പുതിയ സ്ഥലത്ത് ഇപ്പോൾ 25 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ 1901 മുതൽ കണക്കാക്കുമ്പോൾ 125-ാം വർഷം 2026 നമ്മൾ ഒരു വർഷത്തെ പരിപാടികളോടുകൂടി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശതോത്തര രജത ജൂബിലി ഡിസംബർ 31 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി, വൈസ് പ്രസിഡന്റ് രാജു കരിയോട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുരേഷ് തെങ്ങിൻതോട്ടത്തിൽ, പ്രധാന അധ്യാപകൻ P ഹരിദാസൻ, PTA പ്രസിഡന്റ് അലി അസ്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികൾക്കൊരു കളിസ്ഥലം വാങ്ങുക എന്നതാണ് പ്രധാന പദ്ധതി. നിലവിൽ വിദ്യാലയത്തിന് 50 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. പൂർവ്വ വിദ്യാർത്ഥി സംഗമം, പൂർവ്വ അധ്യാപക സംഗമം, ശില്പശാലകൾ, സഹവാസ ക്യാമ്പുകൾ എന്നിവയും ഉണ്ടാകും. ശനിയാഴ്ച വൈകിട്ട് 5:30-ന് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. K പ്രേംകുമാർ MLA അധ്യക്ഷനാകും. തുടർന്ന് കലാപരിപാടികൾ നടക്കും. ശതോത്തര രജത ജൂബിലി, അതായത് 125-ാം വാർഷികാഘോഷത്തിന് തുടക്കം കുറിക്കുന്നത് ഈ വരുന്ന 7-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 5:30 മണിക്ക് ബഹുമാന്യനായ VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ശതോത്തര രജത ജൂബിലി എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തുള്ള പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാം വളരെ ആവേശത്തിലാണ്. ഒരു വിദ്യാലയത്തിൻ്റെ 125-ാം വാർഷികം ആഘോഷിക്കുക എന്നുള്ളത് തന്നെ വളരെ എല്ലാവർക്കും ആവേശം നൽകുന്ന ഒരു കാര്യമാണ്. ഇവിടെ HM സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 50 സെന്റിന് അപ്പുറത്തേക്ക് നമുക്ക് കളിസ്ഥലത്തിന് എന്ത് ചെയ്യാമെന്ന്, കളിസ്ഥലം ലഭിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാമെന്നുള്ള ഒരു ആലോചന സ്വാതസംഘ രൂപീകരണത്തിൽ ഉണ്ടാവുകയും അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് അവരൊക്കെ വലിയ വലിയ
ആ ഉദ്യോഗസ്ഥരായിട്ട് വിവിധ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നതാണ്. അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സ്പോൺസർഷിപ്പിലൂടെ ഒരു കളിസ്ഥലം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം.